ഹായ് ഡിയേഴ്സ്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയാണ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ വിവിധ വംശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ്, ഓൾഡ് കിങ്ഡം, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് പീരിയഡ്, പിന്നെ മിഡിൽ കിങ്ഡം, ലാസ്റ്റ് ഒരു ഫേസ് കൂടി വരുന്നുണ്ട്. അങ്ങനെ പല സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ 20ഓളം വംശങ്ങളുണ്ട്. ആ വംശങ്ങളെ 4 പീരിയഡായി തിരിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡാണ്. ഇത് 1500 BCയിൽ നിന്ന് തുടങ്ങി 3100 BC വരെയുള്ള കാലഘട്ടമാണ് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ് വരുന്നത്. അപ്പോൾ ഈ പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിൻ്റെ തുടക്കം എന്താണ്? നിയോലിത്തിക് കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഫറവന്മാരുടെ ഒരു മെയിൻ റൂളിലേക്ക് വരുന്ന കാലഘട്ടമാണ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ്. അപ്പോൾ ഈ നിയോലിത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോക ചരിത്രത്തിലെ കാലഘട്ടങ്ങളെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് അങ്ങനെ തരം തിരിക്കുന്നുണ്ട്. അതിലെ ഒരു ഘട്ടം മാത്രമാണ് നിയോലിത്തിക് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് പ്രീ ഡൈനാസ്റ്റിക്കിൻ്റെ തുടക്കം. ഈ ഒരു കാലഘട്ടം രാജാക്കന്മാർക്ക് മുന്നേ ഉള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് ഈജിപ്തിലെ മനുഷ്യർ പലതരത്തിലുള്ള ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ നാടോടികളായിട്ടാണ് ജീവിച്ചിരുന്നത്. അവിടെ രാജാക്കന്മാരില്ല, മതമില്ല, അങ്ങനെ ഒന്നുമില്ല. നാടോടികളായി ജീവിക്കുന്ന ഈ മനുഷ്യർ പിന്നീട് കൃഷിയിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കാലഘട്ടത്തിൽ പറയാനുള്ളൂ. ഈ പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിന് പലതരത്തിലുള്ള പേരുകളുണ്ട്. അതാണ് പ്രോട്ടോ ഡൈനാസ്റ്റിക് പീരിയഡ്, ഡൈനാസ്റ്റിക് 0 ആൻഡ് പ്രീ ഡൈനാസ്റ്റിക്, അങ്ങനെ പലതരത്തിലുള്ള പേരുകളാണ് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിനുള്ളത്. ഇവരെന്ത് ചെയ്യാണ്? നൈൽ നദിയുടെ തീരത്തുള്ള മണ്ണിൽ ഈ മനുഷ്യർ കൃഷി ചെയ്യാണ്. അവർ വിളവെടുക്കുകയാണ്. നല്ല രീതിയിൽ മിച്ച മൂലധനം കിട്ടുകയാണ്. അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള വാസസ്ഥലങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഒരു ഘട്ടമാണ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൈൽ നദി തീരത്ത് ജനവാസവും കൃഷിരീതിയും ഒക്കെ ആരംഭിക്കുന്ന കാലഘട്ടമാണിത്. ഈ ഒരു പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിനെ 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏർലി പ്രീ ഡൈനാസ്റ്റിക് അല്ലെങ്കിൽ ബദ്രിയൻ ഘട്ടമാണ്. പ്രീ ഡൈനാസ്റ്റിക് പീരീഡിലെ ആദ്യ ഘട്ടമാണ് ഈ ബദ്രിയൻ ഘട്ടം. ഇത് തുടങ്ങുന്നത് 5500 BCയിലും അവസാനിക്കുന്നത് 4000 BCയിലുമാണ്. ഈജിപ്തിലും ബദ്രിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കൂടുതലായിട്ടും ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബദ്രിയൻ ഘട്ടം എന്ന് പറയുന്നത്. കൃഷി ആദ്യമായി ചെയ്യുന്നതും ആളുകൾ സ്ഥിരമായ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇത് തുടങ്ങിയത് എന്താണ്? 5500 to 4000 BC വരെയുള്ള സ്റ്റേജിലാണ് അല്ലേ. ഈ ഒരു കാലത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കറുത്ത മണ്ണ് കൊണ്ട് മിനുക്കിയ ചുവന്ന പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഇഷ്ടിക കൊണ്ട് ശവകുടീരങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ഒരു കാലഘട്ടത്താണ്. പിന്നെ ശവശരീരങ്ങൾ മൃഗത്തോലിൽ പൊതിഞ്ഞിരുന്നത് ഈ ഒരു കാലത്താണ്. മൃഗത്തോലിൽ പൊതിഞ്ഞിട്ടാണ് ഈ ഒരു കാലത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള 5500 BC മുതൽ 4000 BC വരെയുള്ള ബദ്രിയൻ ഘട്ടത്തിൽ പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പഴയ രാജവംശത്തിലെ കാലഘട്ടമാണ്. 4000 BC മുതൽ 3500 BC വരെയാണ് ഈ ഒരു കാലഘട്ടം നീണ്ടു നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നെക്കാദ ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ അവശേഷിപ്പുകളായിട്ട് നിരവധി ശ്മശാനങ്ങൾ, കളിമൺ പാത്രങ്ങൾ, ടെറാക്കോട്ട, ചതുരാകൃതിയിലുള്ള വീടുകൾ ഒക്കെ ഹൈറാക്കോൺ പോളിസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ്. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്. എന്താണത്? നെക്കാദ ഘട്ടം. അടുത്ത ഘട്ടമാണ് മധ്യരാജവംശത്തിൻ്റെ കാലഘട്ടം, മിഡിൽ ഡൈനാസ്റ്റിക് പീരിയഡ്. ഇത് 3500 BC മുതൽ 3200 BC വരെയാണ്. ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിനെ നമ്മൾ നെക്കാദ എന്നും പറയുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ മിഡിൽ ഡൈനാസ്റ്റിക് പീരിയഡിനെ പറയുന്ന പേരാണ് നെക്കാദ സെക്കൻഡ് ഫേസ്. ഈ കാലഘട്ടത്തിൽ ദൈവങ്ങളുടെ സിമ്പിൾസ്, ആനിമൽസിൻ്റെ സിമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തിരുന്നത്?
സിമ്പിൾസ് ആണ് അല്ലേ യൂസ് ചെയ്തിരുന്നത്. ഈ കാലഘട്ടത്തിലും പോട്രീസ് കിട്ടിയിട്ടുണ്ട്. ഈ പോട്രീസിൻ്റെ മുകളിൽ ബേർഡ്സിൻ്റെയും അനിമൽസിൻ്റെയും ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മിഡിൽ പ്രീ ഡൈനാസ്റ്റിക്കിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ഈ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ്. ഇത് 3200 മുതൽ 3100 വരെയാണ് ഈ ഒരു കാലഘട്ടം നീണ്ടു നിൽക്കുന്നത്. ഈ ഒരു സ്റ്റേജോട് കൂടി പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൻ്റെ കാലം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക്കിൽ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വരികയാണ്. ഈ ലാസ്റ്റ് പീരീഡിനെ, അതായത് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരീഡിനെ പ്രോട്ടോ ഡൈനാസ്റ്റിക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ് എന്ന് പറയുന്നത്. അതിനെ 4 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏർലി പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ് അല്ലെങ്കിൽ ഭദ്രൻ ഘട്ടം അല്ലേ. ഇത് 1500 BC തുടങ്ങി 5000 BC അവസാനിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? മൃഗത്തോലിൽ മൃതദേഹങ്ങൾ പൊതിഞ്ഞ് സംസ്കരിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലേ. രണ്ടാമത്തെ കാലഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഓൾഡ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ് ആണ്. ഇത് എന്ന് മുതലാണ് തുടങ്ങുന്നത്? 4000 BC മുതൽ തുടങ്ങിയിട്ട് 3500 BC അവസാനിക്കുന്നത്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? നെക്കാദ ഘട്ടം അല്ലേ. ഇവിടെ എന്താണ്? ടെറാക്കോട്ടകൾ, ചതുരാകൃതിയിലുള്ള വീടുകളൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത കാലഘട്ടം, മൂന്നാമത്തെ കാലഘട്ടമാണ് ഇത് മിഡിൽ ഡൈനാസ്റ്റിക് പീരിയഡ്. അത് 3500 BC മുതൽ 3200 BC വരെയുള്ളതാണ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? നെക്കാദ സെക്കൻഡ് ഫേസ് അല്ലേ. ഇവിടെ എന്താണ്? പോട്രീസൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സിമ്പിൾസ് യൂസ് ചെയ്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അടുത്തത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ലേറ്റ് പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ്. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. എന്താണത്? അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു പ്രീ ഡൈനാസ്റ്റിക് പീരിയഡിൻ്റെ കാലഘട്ടത്തിൽ പറയാനുള്ളത്.